ശ്രീ കെ സോമൻ നോക്കൂ, ഈ വിധിയുടെ ഏറ്റവും അവസാനം ഇന്റഗ്രിറ്റിയുള്ള ഒരു പോലീസ് ഓഫീസറെ ഏൽപ്പിക്കാനാണ് പറയുന്നത്. ഈ അന്വേഷണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ടതുണ്ട്. DGP മേൽനോട്ടം വൈകണം. എം ആർ അഭിലാഷകൻ നേരത്തെ പറഞ്ഞു, ഇതേ സർക്കാരിന് കീഴിൽ, ഇതേ ആഭ്യന്തര വകുപ്പിന് കീഴിൽ, ഇതേ പോലീസിന് കീഴിൽ, ഇതേ മന്ത്രിസ്ഥാനത്ത് ഇരിക്കുമ്പോൾ, നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രിസ്ഥാനത്ത് ഇല്ലായക പോലും ഇല്ല, ഇരിക്കുമ്പോൾ ഒരു അന്വേഷണം ഇന്റഗ്രിറ്റിയോടെ നടപ്പിലാകും അല്ലെ? അതും ഒരിക്കലും നടപ്പാകുമെന്ന് ഒരിക്കലും വിശ്വാസ്യതയുള്ള സുതാര്യമായ ഒരു അന്വേഷണം ഈ സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയൻ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്ത് സജി ചെറിയാനെ കേരളത്തിൻ്റെ മന്ത്രിയായി ഇരുത്തിക്കൊണ്ട് വിശ്വാസയോഗ്യമായ സുതാര്യമായ ഒരന്വേഷണം ഉണ്ടാകുമെന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം വിശ്വസിക്കുന്നതേയില്ല. ഒന്ന്, പിന്നെ ഇവർക്ക് പോലീസ് സംവിധാനത്തെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളുണ്ട്, പാർട്ടി കോടതിയുണ്ട്, ധാർമ്മികത നിശ്ചയിക്കുന്ന യന്ത്രം, ധാർമ്മികതയുടെ അളവുകോൽ അവരുടെ കൈവശമുണ്ട്. ആ നിലയിലൊരു അന്വേഷണത്തിൻ്റെയും തട്ടിക്കൂട്ട് റിപ്പോർട്ടിൻ്റെയും പിൻബലത്തിൽ ആദ്യം മന്ത്രിയായതുപോലെ രണ്ടാമതും മന്ത്രിയാവാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് ഇവിടെ പരിഹാസ്യമായി മാറുന്നത്. ധാർമ്മികത അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ, CPM-ന് ഇന്ത്യൻ ഭരണഘടനയിൽ തെല്ലെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ, ഈ മന്ത്രിയെ രാജിവെപ്പിച്ച് പുറത്തേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് വിശ്വാസയോഗ്യമായ ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനം സർക്കാർ ഏർപ്പെടുത്തണം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതിനുള്ള ധൈര്യം കാണിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. അല്ലാതെ CPM-ൻ്റെ ധാർമ്മികതയുടെ അളവുകോലിൽ ഈ വിഷയത്തെ അളന്നു തിട്ടപ്പെടുത്തി ഗ്രാമ്യഭാഷയുടെ മഹത്വത്തിൻ്റെ മറവിൽ ഈ മന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം ഹീനമാണ്, പരിഹാസ്യമാണ്, സാംസ്കാരിക കേരളത്തിന് അപമാനമാണ്. സാംസ്കാരിക മന്ത്രി ഗ്രാമ്യഭാഷയുടെ ഒരു പുതിയ ആഖ്യാനം ചമയ്ക്കുകയാണ്. കുന്തവും കൊടച്ചക്രവും നിറഞ്ഞ ഭരണഘടന, തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഭരണഘടന, ബ്രിട്ടീഷുകാരൻ പറഞ്ഞുകൊടുത്ത് ഇന്ത്യക്കാരൻ എഴുതിയ ഭരണഘടന, ഇതെല്ലാം തന്നെ ഭരണഘടനയോടുള്ള സവിശേഷമായ ആദരവാണ് എന്ന പുതിയ ഭാഷ്യം കേരളത്തിൻ്റെ സാംസ്കാരിക മന്ത്രി ചമയ്ക്കുന്നത് ഭരണഘടനയെ അപമാനിച്ചുകൊണ്ടാണ്, സാക്ഷര കേരളത്തെയും സാംസ്കാരിക കേരളത്തെയും അപമാനിച്ചുകൊണ്ടാണ്. ഈ സർക്കാരിൽ നിന്ന് ഈ മന്ത്രി അധികാരത്തിൽ തുടരുമ്പോൾ 2014 മുതൽ ഇങ്ങോട്ട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ ഭരണഘടനയെ പ്രതിരോധിക്കുക എന്ന രാഷ്ട്രീയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത